ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ പെരി പെരി അൽഫാം മന്തിയുടെ റെസിപ്പിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മന്തിയുടെ റെസിപ്പി ഇട്ടതിന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ വീഡിയോയും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിനായിട്ടൊരു 4 പീസ് ചിക്കന് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുഴുവൻ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് നല്ല ജീരകവും 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ 3 വറ്റൽമുളകും 1 പീസ് പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അധികം നേരം ഇട്ടിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊടി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് സവാളയും അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതി, പിന്നെ വേണ്ടത് ഒരു 5-6 വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു മാഗി ക്യൂബ്, പിന്നെ മല്ലിയില, പുതിനയില. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച സവാള, തക്കാളി ആ ഒരു കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. ഇനി മസാലയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ചിക്കനിൽ നല്ലപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇതൊരു അരമണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. രാത്രി മസാല തേച്ച് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിലൊക്കെ ഒന്നും കൂടി മസാല പിടിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ റൈസ് ഉണ്ടാക്കാനായിട്ട് 3 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സാധാ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക സെല്ല ബസ്മതി റൈസ് എടുക്കുമ്പോഴാണ് കേട്ടോ. ഇതൊരു അരമണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി സാധാ ബസ്മതി റൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരം ഒന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് നേരം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് എല്ലുള്ള പീസുകൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 4 കപ്പൊക്കെ ആയിട്ട് വറ്റിച്ച് വരും. തിളച്ച് വന്നാൽ ഒരു 4-4.5 കപ്പൊക്കെ ആയിട്ട് വറ്റി വരും കേട്ടോ. ഈ ഒരു സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ചിക്കൻ്റെ സ്റ്റോക്ക് അവിടെ റെഡി ആകുമ്പോഴേക്കും നമുക്കൊരു സോസ് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മളിവിടെ പെരി പെരി അൽഫാമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ്
ടൊമാറ്റോ കെച്ചപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് പിന്നെ ചില്ലി ഫ്ലേക്സ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-3.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 6 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കനിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 പീസ് പാനിലും 2 പീസ് ഓവനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഒരു ഭാഗം ഒന്ന് ആയി തുടങ്ങിയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് നേരമൊക്കെ കുക്കാകുമ്പോഴേക്ക് നമ്മുടെ ചിക്കന് കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ ആയി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഉണ്ടല്ലോ, അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കനിൽ സോസ് തേച്ച് കൊടുത്താൽ പിന്നെ അധികം നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2 പീസ് ഞാൻ ഓവനിലാണ് കേട്ടോ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഒരു 200 ഡിഗ്രിയിൽ 40-45 മിനിറ്റ് നേരം ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴേക്കും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചിക്കനൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് സോസ് തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് ഗ്രില്ല് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചെറുതായി പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് അറബിക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 4.5 കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിക്ക് 4.5 കപ്പ്, അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാഗി ക്യൂബ് ഇട്ട് കൊടുത്തുകൊണ്ട് ഉപ്പ് കുറച്ചൊന്ന് മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് തിളന്ന് വരുമ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിലൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോഴും കുറച്ചും കൂടി വെള്ളം വെറ്റാനുണ്ട് കേട്ടോ. ഇനിയും നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും റൈസൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് റൈസ് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ റൈസ് തന്നെ കഴിക്കാനായിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം.
ഈ റൈസിൻ്റെ നടുവിലായിട്ടൊരു പാത്രത്തിലേക്ക് ചാർക്കോൾ കത്തിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പഴയ പാനിൻ്റെ മുകളിലേക്ക് ഈ ഒരു പോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പെരി പെരി അൽഫാം മന്തി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ചിക്കനും അതുപോലെ തന്നെ റൈസൊക്കെ. അപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ എത്രത്തോളം റൈസൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന്. ഇനി നമുക്ക് ഈ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ റൈസ് തനിയെ കഴിക്കാനായിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ സ്റ്റോക്കിൽ നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് തന്നെ ഭയങ്കര ഫ്ലേവറായിട്ടുള്ളൊരു റൈസാണ്. അതുപോലെ തന്നെ ചിക്കനും നമ്മളൊരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പെരി പെരി അൽഫാമിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മസാലയിൽ തയ്യാറാക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.